മീൻ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇപ്പോൾ അവിടെ അതിൽ പറഞ്ഞത് 55 തൊട്ട് 65 വരെ ദിവസം പ്രായമായ മീൻ കുഞ്ഞുങ്ങൾ, അതിലും മുതിർന്നവരാണ് ഇവിടെ ഉള്ളത്. ഇത് അത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ വർക്കുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ടോട്ടൽ വെള്ളം എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് ഇതുവരെയുള്ള ഈ ത്രിതല സംവിധാനത്തിൽ എത്ര വെള്ളം ഉണ്ടാവും ഇവിടെ? കടൽ വെള്ളം എനിക്കൊരു കണക്കറിയാൻ വേണ്ടിയിട്ടാണ്. 50 ലക്ഷം ലിറ്റർ വെള്ളം ഈ മൂന്നെണ്ണത്തിലും കൂടി. 50 ലക്ഷം ലിറ്റർ. സാധാരണ ഇപ്പോൾ ഇത്രയും തീറ്റ ദിവസം 5 തവണ ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള തീറ്റ കൊടുക്കുന്നു എന്ന് പറയുന്നു. ഇപ്പം ഗുജറാത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. ഈ തീറ്റ കൊടുക്കുമ്പോൾ ഈ തീറ്റ കൊടുക്കണമെങ്കിൽ നിങ്ങൾ മീൻ വിറ്റ കാശ് മുതലിക്കണം, വേണ്ടേ? അപ്പം അതിനുള്ള മാർക്കറ്റ് എവിടെയാണ്? ഞങ്ങളിപ്പോൾ നിലവിൽ കൊടുക്കുന്ന ലുലു മാളിലാണ്. ലുലു മാളിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഒരുപാട് മോളുകളും സൂപ്പർ മാർക്കറ്റും ആയിട്ടാണ് പ്രധാന ടാർഗറ്റ്. അതെ, പ്രീമിയം കസ്റ്റമേഴ്സാണ്. തുടക്കത്തിൽ എന്തായാലും ലുലു മാളൊന്നുമില്ല. അപ്പോൾ ഈ വലിയ മാളുകളിലും അങ്ങനത്തെ ഇപ്പോഴത്തെ മാർക്കറ്റല്ല. അപ്പോൾ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ഇതിൻ്റെ നിങ്ങൾ ഈ ആവശ്യക്കാരെ കണ്ടെത്തിയത്? തുടക്കത്തിൽ ഈ മീറ്റർ ക്യൂബിന് 5 കിലോ വരെ കിട്ടിയെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ പാർഷ്യൽ ഹാർവെസ്റ്റിംഗ് 10 ഗ്രാം മുതൽ നമ്മൾക്ക് ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ സാധനം കൊടുത്തു. ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധനം കൊടുക്കാറുണ്ട്. കല്യാണ ആവശ്യങ്ങൾക്ക് വരികയാണെങ്കിൽ കൊടുക്കാറുണ്ട്. അതിനുശേഷം നീണ്ടകര ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പോർട്ടിങ് കമ്പനികൾ അവർ വന്ന് എടുത്തതിന് ശേഷം ഇവിടെ ആ സാധനം യൂറോപ്പ്, അമേരിക്കയിലോട്ട് അവർ എക്സ്പോർട്ട് ചെയ്യായിരുന്നു തുടക്കത്തിൽ. ഇപ്പോൾ നമ്മൾക്ക് ലുലു പോലുള്ള മാളുകൾ അങ്ങനെയുള്ള കുറേ ഔട്ട്ലെറ്റ് നമ്മുടെ ഇവിടുത്തെ ഔട്ട്ലെറ്റുകളിൽ കൂടെ തന്നെ നമുക്ക് വിൽക്കാം. എക്സ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ഡെയിലി കൊടുക്കുന്നു. ഡെയിലി ഒരു 160 കിലോയോളം പിടിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അത് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു വർഷം 100 ടൺ കപ്പാസിറ്റിയിലോട്ട് നമ്മൾ എത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും.